സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. പോരൂർ ഗ്രാമപഞ്ചായത്തിൽ 13 സീറ്റിൽ കോൺഗ്രസും 6 സീറ്റിൽ ലീഗും മത്സരിക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. ഉണ്ണികൃഷ്ണൻ. സീറ്റിന്റെ കാര്യത്തിൽ തർക്കങ്ങളില്ലെന്നും ലീഗ് അധിക സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും UDF ചർച്ച പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ മറ്റു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു സ്ഥാനാർത്ഥിയും സ്വയം കുപ്പായമിട്ട് ഇറങ്ങാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം നൽകിയതായും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. തുടങ്ങി വെച്ചു, അത് പൂർത്തിയായിട്ടില്ല, ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ലീഗ് സീറ്റ് എത്ര സീറ്റാണ് ആവശ്യപ്പെടുന്നത്? അല്ല, അത് സീറ്റിന്റെ കാര്യത്തിൽ യാതൊരു തർക്കമോടല്ല. അപ്പൊ 13 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും, 6 സീറ്റിൽ ലീഗ് മത്സരിക്കും. ഏകദേശം അങ്ങനെ ഒരു ധാരണയാണ് ഇപ്പൊ ഞങ്ങൾ ആയിട്ടില്ല. ചർച്ച പൂർത്തിയായിട്ടില്ല. ഇനി വാർഡുകളും മറ്റൊക്കെ തമ്മിലുള്ള അത് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് തീരുമാനമാകും. UDF വളരെ ശക്തമായിട്ട് മത്സരിക്കാനുള്ള സാധ്യത ഒരു സംശയം അക്കാര്യത്തിലില്ല. ലീഗ് അധിക സീറ്റ് ഇല്ലില്ല, ലീഗിന്റെ ഭാഗത്ത് അങ്ങനത്തെ യാതൊരു പ്രശ്നമൊന്നുമില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് കടക്കണമെങ്കിൽ UDFന്റെ ചർച്ച കഴിയണം. UDFന്റെ ചർച്ച പൂർത്തിയാവാത്തതുകൊണ്ട് നമുക്ക് മറ്റ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് എത്തിയിട്ടില്ല. പല ആളുകളും സ്വയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അത് മണ്ഡലം കമ്മിറ്റി കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥിയും സ്വയം കുപ്പായിട്ട് ഇറങ്ങാൻ പാടില്ല. അതത് വാർഡ് കമ്മിറ്റികൾ ചേർന്ന് സ്ഥാനാർത്ഥിയെ നിർണയിച്ചിട്ട് മണ്ഡലം കമ്മിറ്റിക്ക് തരണം. മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ അത് ചർച്ച നടത്തി അതിന്റെ ജയസാധ്യത നോക്കിയിട്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അതാണ് മണ്ഡലം കമ്മിറ്റി KPCC കൊടുത്ത സർക്കുലറിന്റെ നിർദ്ദേശം. അതിനനുസരിച്ച് ചെയ്യുള്ളൂ. നമുക്ക് എന്തെങ്കിലും ധാരണയാവും? വളരെ പെട്ടെന്ന് ധാരണയാവും. കാരണം അതിലിപ്പോ ചെറിയ പഞ്ചായത്ത് പ്രസിഡന്റ് നറുക്കെടുപ്പ് ഇപ്പൊ നടക്കാൻ പോവാണ്. അതും കൂടി നടന്നു കഴിഞ്ഞാൽ അടുത്ത സിറ്റിംഗ് ഉണ്ടാവും. അതോടുകൂടി ഏകദേശം ധാരണയാവും. ആളുകൾക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തിൽ നിലവിലെ പ്രസിഡന്റ് മത്സരിക്കും എന്നുള്ളതാണ്. അത് അങ്ങനെ വിഷയം അതിന് നിലവിലെ പ്രസിഡന്റ് മത്സരിക്കുമോ എന്ന് ആലോചിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് കടക്കണ്ടേ. അത് ആവാത്തതുകൊണ്ടാണ് നമുക്കിപ്പോ അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും മത്സരിക്കാമല്ലോ. അപ്പൊ അത് നമ്മൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ച വരുമ്പോ മാത്രമേ നമുക്ക് തീരുമാനമാവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ ചർച്ച ആ ഒരു ലെവലിലേക്ക് ചർച്ച എത്തിയിട്ടില്ല. കാരണം അത് ആരൊക്കെ ഏതൊക്കെ സീറ്റ് നിർണയിച്ചു കഴിഞ്ഞാലല്ലേ നമ്മൾ മറ്റേ ചർച്ചയിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. യുവാക്കളുടെ പ്രാതിനിധ്യം ഉണ്ടാവും. വനിതാ പ്രാതിനിധ്യം പിന്നെ നിർബന്ധമായിട്ടുള്ളതാണല്ലോ. യുവാക്കളുടെ പ്രാതിനിധ്യം തീർച്ചയായിട്ടും ഉണ്ടാവും. സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ്. ഒക്ടോബർ 9 മുതൽ 15 വരെ സഫ ജ്വല്ലറിയുടെ മേലാറ്റൂർ, വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ. ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ. സഫ ജ്വല്ലറി. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ. 27 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആൽഫാൻ കർട്ടൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആൽഫാൻ കർട്ടൻസ്, കാളികാവ് റോഡ്, വണ്ടൂർ.